നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. വെറും കുഞ്ഞൻ രാജ്യമായ കേപ്പ് വെർദെ സ്പെയിനെ ഞെട്ടിച്ചുകൊണ്ട് അവരെ സമനിലയിൽ തളച്ചിരിക്കുന്നു. 95 മിനിറ്റ് നേരത്തും കളി ഉണ്ടായിട്ടും 95 മിനിറ്റ് നേരം കളി ഉണ്ടായിട്ടും സ്പെയിന് ഒരു ഗോൾ പോലും അടിക്കാനായില്ല. വളരെ നിരാശാജനകമായിരുന്നു സ്പെയിനിൻ്റെ അവസ്ഥ. അതേസമയം കേപ്പ് വെർദെ എക്കാലത്തെയും അഭിമാനകരമായ മത്സരത്തിൽ ഒരു പോയിന്റ് നേടി സ്പെയിനിനെ, മുൻ ലോക ചാമ്പ്യൻ സ്പെയിനിനെ അവർ സമനിലയിൽ തളച്ചിരിക്കുന്നു. സ്പെയിനിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ൽ, ആദ്യ തുടക്ക 11-ൽ യുവ സൂപ്പർ താരം ലാമിൻ യമാൽ ഉൾപ്പെട്ടിരുന്നില്ല. ലാമിൻ യമാലിനെ സ്റ്റാർട്ടിംഗ് 11-ൽ ഇറക്കിയിരുന്നില്ല. പകരം 69-ാമത്തെ മിനിറ്റിൽ ഗവിക്ക് പകരക്കാരനായാണ് ലാമിൻ യമാൽ വന്നത്. പക്ഷേ തുടർച്ചയായി യമാൽ ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല, ഗോളടിക്കാൻ കഴിഞ്ഞില്ല. സ്പെയിൻ എല്ലാവരെയും പരീക്ഷിച്ചു. ടോറസ് ആദ്യ 11-ൽ ഉണ്ടായിരുന്നു. ടോറസിന് ആദ്യ ഫസ്റ്റ് ഹാഫിൽ അതിഗംഭീര ഒരു ചാൻസ് കിട്ടിയിരുന്നു, പക്ഷെ നഷ്ടപ്പെട്ടു. പിന്നെ ഇവരുടെ കേപ്പ് വെർദെയുടെ ഗോൾ കീപ്പർ വോസിഞ്ഞ അതിഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു. സ്പെയിനിൻ്റെ എല്ലാ സാധ്യതകളെയും അയാൾ തടഞ്ഞു നിർത്തി. സ്പെയിനിൻ്റെ എല്ലാ ആക്രമണങ്ങളെയും അയാൾ തടഞ്ഞു നിർത്തി വോസിഞ്ഞ. എന്തായാലും സ്പെയിൻ ഒയർസ്ബാൾ ആദ്യ 11-ൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ തീർത്തും നിറം മങ്ങിപ്പോയി. പിന്നീട് ഓൾമ വന്നു, ഫ്രാങ്ക് ടോറസ് കയറി. ഒരുപാട് പേരെ പരീക്ഷിച്ചു സ്പെയിൻ, പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. അവർക്ക് 90 മിനിറ്റിന് ശേഷം പരിക്കിൻ്റെ സമയമായി, ഇഞ്ചുറി ടൈമായി 5 മിനിറ്റ് ലഭിച്ചിട്ടും ഒന്നും നടന്നില്ല. കേപ്പ് വെർദെയുടെ പ്രതിരോധം അവരെ എല്ലാ അർത്ഥത്തിലും പൂട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും പൂട്ടിക്കളഞ്ഞു. കേപ്പ് വെർദെക്ക് അവരുടെ ആദ്യ ലോകകപ്പ് മത്സരത്തിൽ തന്നെ വമ്പന്മാരായ സ്പെയിനെ, അതും ഈ ലോകകപ്പ് ജയിക്കാൻ ഏറ്റവും മുൻനിരയിലാണെന്ന് വിദഗ്ധർ പ്രവചിക്കുന്ന സ്പെയിനെ അവർ സമനിലയിൽ തളച്ചിരിക്കുന്നു. അതിഗംഭീര പെർഫോമൻസ് എന്ന് പറയാതെ വയ്യ. എന്തായാലും കേപ്പ് വെർദെ അഭിമാനകരമായ ഒരു സമനില നേടിയിരിക്കുന്നു. അതേസമയം മറുവശത്ത് സ്പെയിനിന് നിരാശ മാത്രമാണ് ബാക്കി.